പിണറായി എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ വ്യക്തിയെ കാലം ഇനി വരാനിരിക്കുന്ന തലമുറ പരിചയപ്പെടാൻ പോകുന്നത് ഇടതുപക്ഷത്തെ കൊണ്ടുപോയി സംഘിയുടെ കാലിൽ കെട്ടിയ ഒറ്റുകാരനായി സഖാവ് പിണറായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടോടു കൂടി മാറാൻ പോവുകയാണ്. നല്ല മാനാഭിമാനത്തോടു കൂടി ഇറങ്ങിപ്പോകേണ്ട ഒരു വ്യക്തി ഇത്രയും അപമാനിതനായിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചിത്രമുണ്ടാകും. അതുപോലെയുള്ള കൊടും ചതിയാണ് അദ്ദേഹം കേരളത്തിലെ മതേതര സമൂഹത്തോടും ആ പാർട്ടിയോടും ആ മുന്നണിയോടും ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ വോട്ടേഴ്സിനെ സംബന്ധിച്ച് വലിയ ആശങ്കയിലും UDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തിലുമാണ് ഈ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്, റിസൾട്ട് വരാൻ പോകുന്നത്. വലിയ ഭൂരിപക്ഷത്തിന് കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ പ്രവർത്തകർക്ക് ഒരു സംശയമില്ല. കഴിഞ്ഞ 1.25 വർഷമായി ഞാൻ പറഞ്ഞ പിണറായിസം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു. 8.5 വർഷക്കാലത്തോളം ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലക്ക്, ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ആ സംവിധാനത്തിനോട് പരമാവധി കൂറു പുലർത്തി ഒരുപാട് പ്രതിസന്ധികൾ വ്യക്തിപരമായി നേരിട്ടൊരു വ്യക്തിയാണ് ഞാൻ. അന്നൊക്കെ നമ്മൾ ഒരു ഇടതുപക്ഷ സഹയാത്രികനാകാൻ ഉണ്ടായ കാരണം ഒരു സെക്യുലർ സംവിധാനത്തെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചെടുക്കാനുള്ള നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമായിരുന്നു CPM-ഉം ഇടതുപക്ഷവും. ഒരു പാരമ്പര്യ കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചൊരു കോൺഗ്രസ്സുകാരനായി പൊതുപ്രവർത്തനം നടത്തിയിരുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ആ ഒരു ആകർഷണമാണ് യഥാർത്ഥത്തിൽ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ഫാസിസമാകുകയും രാജ്യത്തിൻ്റെ പട്ടിണി ചർച്ച പോലും മാറിയിട്ട് നമ്മൾ രാജ്യം നേരിടുന്ന വർഗീയ വിഷയങ്ങളാണ് കഴിഞ്ഞ 10-15 വർഷമായി ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ ചർച്ചാ വിഷയം. അതിൽ നല്ലൊരു ശക്തമായ നിലപാട് ഇടതുപക്ഷം എടുക്കുന്നത് കണ്ടിട്ടാണ് നമ്മളൊക്കെ അവരുമായി സഹകരിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും. രണ്ടാമത്തെ ഒരാശയം എന്ന് പറയുന്നത് സോഷ്യലിസമാണ്. നാട്ടിലെ സാധാരണക്കാരും തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടിയും ഒരു പ്രസ്ഥാനവുമായിരുന്നു CPM-ഉം ഇടതുപക്ഷവും. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം 91-ൽ നിന്ന് 99 സീറ്റ് രണ്ടാമത് അധികാരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി വന്നു എന്ന് മാത്രമല്ല, മുമ്പുണ്ടത് തന്നെ 91 സീറ്റ് വലിയ ഭൂരിപക്ഷത്തിലാണ് 16-21 ഗവൺമെൻറ് മുന്നോട്ട് പോയത്. വീണ്ടും ഒരു 8 സീറ്റ് കൂടി കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് രണ്ടാം ഊഴം നൽകുന്നത്. സ്വാഭാവികമായും നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഒന്നുകൂടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ് ഈ പറയുന്ന മതേതരത്വത്തിലും സോഷ്യലിസത്തിലും അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകുമെന്ന് കണക്കാക്കി തന്നെയാണ് നാട്ടിലെ തൊഴിലാളികളും ജനങ്ങളുമൊക്കെ വീണ്ടും ഇടതുപക്ഷത്തെ അധികാരത്തിൽ എത്തിച്ചത്. 21-ൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു 1.5 വർഷം കഴിയുമ്പോൾ നേരെ പിണറായി തിരിയുന്നതാണ് നമ്മൾ കാണുന്നത്. ആ തിരിച്ചിൽ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ഒരു U-ടേണൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇടതുപക്ഷത്തിൽ നിന്ന് എക്സ്ട്രീം വലതുപക്ഷത്തിലേക്ക് ഉള്ള ഒരു തിരിച്ചിലാണ് പിണറായി തിരിയുന്നത്. ആ തിരിച്ചിലിനെയാണ് ഞാൻ ചോദ്യം ചെയ്യപ്പെട്ടത്. അതിലൊരുപാട് ഇഷ്യൂസ് ഉണ്ട്. പിണറായിസം എന്ന് പറയുന്ന ഇഷ്യൂസിൽ ഏറ്റവും വലുത് മതേതരത്വത്തെ ബലി കഴിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഫാസിസ്റ്റുകൾക്ക് കടന്നു വരാനും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടൊരു അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ എന്ന് പറയാൻ കഴിയില്ല, അണ്ടർഗ്രൗണ്ട് ഒരു നല്ല ബന്ധം പിണറായി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കുടുംബപരമായ വിഷയമാണ് അത്തരത്തിലുള്ളൊരു ടേൺ ഔട്ടിന് കാരണമായതെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിരവധിയായ കേസുകൾ സെൻട്രൽ ഏജൻസികൾ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷിക്കുകയും ഒക്കെ തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഈ മാറ്റമുണ്ടാകുന്നത്. പക്ഷേ ആ മാറ്റം ഇടതുപക്ഷത്തിൻ്റെ പതനത്തിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് ഭരണവിരുദ്ധ വികാരം എന്ന ഒരു വികാരത്തിന് അപ്പുറം ജനങ്ങൾ വോട്ട് ചെയ്ത് UDFനെ അധികാരത്തിൽ എത്തിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണം പിണറായി വിരുദ്ധതയാണ്. ആ പിണറായി വിരുദ്ധത കേരളത്തിലുടനീളമുണ്ട്. ഈ പിണറായിയുടെ ഈ U-ടേൺ അടിയുടെ ഭാഗമായിട്ടുണ്ടായ ഏറ്റവും വലിയ നഷ്ടം പൊതുസമൂഹത്തിനോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്, ഇടതുപക്ഷത്തിനാണ്. അപ്പം ഒരു 3-ാം ഊഴം പിണറായിക്ക് നൽകിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച പരിപൂർണമാകുമെന്നും ഇവിടെ ഒരു മുതലാളിത്ത കേന്ദ്രീകൃത ഭരണത്തിലേക്ക്
കേരളത്തിലെ മാറുമെന്നും ഇവിടുത്തെ സഖാക്കളും തൊഴിലാളികളും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവീൻ എന്ന് പറഞ്ഞിരുന്ന പാർട്ടി അതിൽ നിന്ന് നേരെ തിരിഞ്ഞിട്ട് സർവ്വലോക മുതലാളിമാരെ കേരളത്തിലേക്ക് വരൂ എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് മാറി. തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും, തൊഴിലാളികളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഒന്നുപോലും ഇടപെടുകയോ പരിഹരിക്കുകയോ അവർക്ക് സമരം നടത്താനുള്ള അവരുടെ ആർജവം പോലും അവരിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്തൊരു ഗവൺമെൻറ്റാണ്. അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന നിലക്ക് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾക്കറിയാം, ഇവിടെ നടന്ന സർവേ റിപ്പോർട്ടുകൾ, ആ സർവേ റിപ്പോർട്ടുകൾ വരുന്നതിന് തലേ ദിവസം ഞങ്ങൾ വ്യക്തിപരമായി നടത്തിയ ഒരു സർവേ റിപ്പോർട്ട് 86 സീറ്റിൽ UDF അധികാരത്തിൽ വരുമെന്നാണ്. അതിൽ കണ്ണൂരിലെ രാഷ്ട്രീയമൊക്കെ നമ്മൾ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. 86-ന് പുറമെ 23 സീറ്റിൻ്റെ ചാൻസുകളാണ് നമ്മൾ കാണുന്നത്. ആ 23-ഉം ജയിച്ചു കഴിഞ്ഞാൽ ഒരു 109, 110 സീറ്റിലേക്ക് എത്തും. 86 കഴിഞ്ഞ് ഈ പറയുന്ന ചാൻസ് സീറ്റിൻ്റെ 50% വന്നാൽ പോലും 100 സീറ്റിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യമൊക്കെ ഉണ്ടാക്കിയത് ഞാൻ ഈ 1.5 വർഷം മുമ്പ് ഉയർത്തിയ അതേ വിഷയമാണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലുമൊക്കെ കുഞ്ഞികൃഷ്ണൻ സഖാവാണെങ്കിലും ഗോവിന്ദൻ സഖാവാണെങ്കിലും എല്ലാം അവർ ഉയർത്തുന്നു. സുധാകരേട്ടൻ ഈ ആലപ്പുഴയിൽ മത്സരിക്കാൻ തയ്യാറാകുന്നു. പാലക്കാട് ജില്ലയിലെ ശശിയും സുരേഷും മത്സരത്തിന് വരുന്നു. ആയിഷ പോറ്റി ഈ പറയുന്ന പിണറായി സത്തിൻ്റെ കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമായി പാർട്ടി വിട്ടുപോകുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാൽ ഒരു ഘട്ടത്തിൽ പോലും, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലോ അല്ലാതെയോ, CPM-ന് ഇത്രമാത്രം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വിട്ടുപോരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ സാഹചര്യം എല്ലാവരും പറഞ്ഞത് ഞാൻ ഈ പറയുന്ന കുടുംബാധിപത്യ ഏകാധിപത്യ പിണറായിയുടെ ഈ രാഷ്ട്രീയമാണ്, ഈ പറയുന്ന ഫാസിസ്റ്റുകളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് എന്ന് പറയുന്നത്, പിണറായി എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ വ്യക്തിയെ കാലം ഇനി വരാനിരിക്കുന്ന തലമുറ പരിചയപ്പെടാൻ പോകുന്നത് ഇടതുപക്ഷത്തെ കൊണ്ടുപോയി സംഘിയുടെ കാലിൽ കെട്ടിയ ഒറ്റുകാരനായി സഖാവ് പിണറായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടോട് കൂടി മാറാൻ പോവുകയാണ്. നല്ല മാനാഭിമാനത്തോടു കൂടി ഇറങ്ങിപ്പോകേണ്ട ഒരു വ്യക്തി ഇത്രയും അപമാനിതനായിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചിത്രമുണ്ടാകും. അതുപോലെയുള്ള കൊടും ചതിയാണ് അദ്ദേഹം കേരളത്തിലെ മതേതര സമൂഹത്തോടും ആ പാർട്ടിയോടും ആ മുന്നണിയോടും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മൊത്തത്തിലുള്ള റിസൾട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം റിസൾട്ടിൻ്റെ 24 അല്ലെങ്കിൽ 48 മണിക്കൂർ മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.